മഹത്വത്തിൻ സാന്നിധ്യം, ദൈവവചനത്തിൻ അഭിഷേകം, മഹിമയിൽ വാണിടും യേശു കർത്താവിന്റെ സാന്നിധ്യം. വചനം ധ്യാനിക്കുമ്പോൾ. ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുന്നു. 31-ാം സങ്കീർത്തനം 23-ാം തിരുവാക്യം. അവിടുന്ന് വിശ്വസ്തരെ പരിപാലിക്കുന്നു. സങ്കീർത്തകനായ ദാവീദിന്റെ ജീവിതത്തിൽ താൻ അനുഭവിച്ചറിഞ്ഞ ദൈവപ്രവൃത്തി നമ്മോട് പങ്കുവയ്ക്കുകയാണ്. ഈ വചനത്തിൽ പൂർണ്ണമായും ശരണപ്പെട്ടുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഭാരങ്ങളും നമ്മളെ ദുഃഖത്തിലാഴ്ത്തുന്ന നിരവധിയായ പ്രതിസന്ധികളുണ്ട്. പ്രിയ സഹോദര സഹോദരി, നിന്റെ പ്രശ്നം എന്തുമാവട്ടെ, അത് പരിഹരിക്കാൻ കഴിയുന്ന ജീവിക്കുന്ന കർത്താവിൻ്റെ മുൻപിലാണ് നമ്മളെല്ലാം കടന്നു വന്നിരിക്കുന്നത്. സകല ഭാരങ്ങളെയും, നമ്മുടെ കുടുംബത്തിന് വിവിധങ്ങളായ തകർച്ചകളെയെല്ലാം കർത്താവിൻ്റെ ബലമുള്ള കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ആയിരിക്കുന്നിടത്ത് എല്ലാവരും നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. സർവശക്തിയോട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവായ ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. ഞങ്ങളായിരിക്കുന്ന മേഖലകളിൽ വിശ്വസ്തയോടെ ജീവിക്കാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞ് ഒരു കുടുംബമായി നമ്മൾ പാടി പ്രാർത്ഥിക്കാൻ പോവാണ്. കർത്താവേ, കരങ്ങൾ നീട്ടണമേ. കർത്താവേ, പ്രവർത്തിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. അന്ത്യകാല പ്രേഷിത യേശുവിന്റെ സ്നേഹിത, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. കർത്താവേ, ഈ ചൈതന്യം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് പകരണമേ. അന്ത്യകാല പ്രേഷിത യേശുവിന്റെ സ്നേഹിത, ലോകമോഹം വിട്ടകന്ന ധീരസാക്ഷികൾ. കർത്താവേ, പ്രവർത്തിക്കണമേ. ആഴമേറിയ മാനസാന്തരങ്ങൾ നൽകണമേ. അന്ത്യകാല കൊയ്ത്തിനായി ഇറങ്ങിടുക സോദരെ, കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പകരുക കർത്താവേ. കാന്തൻ വന്നിടുവാനാ. കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. കർത്താവേ, ആത്മാവിനെ പകരണമേ. കാലമേറെയില്ല കാന്തൻ വന്നിടുവാനാ. കാലമേറെയില്ല കാന്തൻ. ഇരു കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളെല്ലാം നിറയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് യേശു നാമം വിളിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധനായ കർത്താവേ, കരങ്ങൾ നീട്ടണമേ. ഈ സ്തുതി ആരാധനയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന 10,000ങ്ങളിലേക്ക് മഹത്വത്തിൻ സാന്നിധ്യമായി ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വരണമേ. കുടുംബങ്ങളിലേക്ക് വരണമേ. സഭാ സമൂഹങ്ങളിലേക്ക് വരണമേ. ദേശാന്തരങ്ങളിലേക്ക് വരണമേ. ആഴമേറിയ മനസാന്തരങ്ങൾ നൽകണമേ. അനുതാപത്തിന്റെ കൃപ നൽകണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങളുടെ നിയോഗങ്ങൾ ആശീർവദിക്കണമേ. കർത്താവേ, നുറുകിയ ഹൃദയത്തെ അവിടുന്ന് നിരസിക്കുന്നില്ലല്ലോ. അനേകം ആയിരങ്ങള് കണ്ണുനീരോടെ
ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ പൊന്നു കർത്താവേ, അവരുടെ കണ്ണീര് കണ്ട് അവരനുഗ്രഹിക്കണമേ. ഫിൽ ഹോളി സ്പിരിറ്റ്. സ്വർഗത്തിന്റെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മേ, സാത്താനെതിരായ ഈ നിർണായക യുദ്ധത്തിൽ അമ്മ കർത്താവിന്റെ ജനത്തെ മുന്നമേ നിന്ന് നയിക്കണമേ. ഞങ്ങൾ കുടുംബങ്ങളെല്ലാം ദൈവ സ്നേഹത്തിന്റെ ഭവനങ്ങളായി മാറുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് നിങ്ങളായിരിക്കുന്നിടത്ത് പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് അമ്മയോട് ചേർത്ത് പ്രാർത്ഥിക്കുകയാണ്. ആവേ 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 മരിയ, ആവേ 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 മരിയ. സ്വർഗത്തിന്റെ സാന്നിധ്യം നിറയട്ടെ. അനേകം കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യത്തിന്റെ തീ കത്തട്ടെ. എല്ലാ പൈശാചിക ആധിപത്യങ്ങളും നിർവീര്യമാകട്ടെ. ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ മരിയ, ആവേ മരിയ, എല്ലാവരും ആവേ മരിയ. വലതുകരം ഒരിക്കൽ കൂടെ ഉയർത്തിപ്പിടിച്ച് 3 പ്രാവശ്യം സ്വരമുയർത്തി നമ്മൾ ഏറ്റുപറയുന്നു. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ, ഞങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു ജീവിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മെ വിശുദ്ധീകരിക്കുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനയോടെ ആയിരിക്കാം. കഴിഞ്ഞ 2 ആഴ്ചകളിലൂടെ ഫാത്തിമ സന്ദേശത്തെക്കുറിച്ച് കർത്താവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് മറിയം സ്വർഗത്തിന്റെ ശബ്ദം. മറിയം സ്വർഗത്തിന്റെ ശബ്ദം. വെളിപാടിന്റെ പുസ്തകം 1-ാം അധ്യായം 3-ാം തിരുവചനം. ഈ പ്രവചനത്തിലെ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുഗ്രഹീതർ. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ഈ പ്രവചന ദൂതുകൾ ആരെല്ലാം ശ്രവിക്കുന്നുവോ, ആരെല്ലാം അത് വായിക്കുന്നുവോ, ആരെല്ലാം ഈ വചനങ്ങൾ അനുസരിക്കുന്നുവോ അവരെല്ലാം അനുഗ്രഹീതരാണ്. കർത്താവിൻ്റെ വചനം കേൾക്കുന്നത് എത്ര വലിയ അനുഗ്രഹമാണ്. ദൈവവചനം ശ്രവിക്കുമ്പോൾ അതിലൂടെ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. ദൈവവചനം നമ്മൾ അനുസരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ അഭിഷേകം ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ കർത്താവ് കൂടുതലായി വിശുദ്ധീകരിക്കുന്നു. അപ്പോസ്തലൻ യോഹന്നാൻ കാണുകയാണ്. യോഹന്നാൻ ആത്മാവിൽ വിളിച്ചു പറയും, എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിന് സ്വർഗത്തിന് നൽകാനുള്ള ഏറ്റവും ശക്തമായ സന്ദേശമാണിത്. എന്തെന്നാൽ സമയം അടുത്തിരിക്കുന്നു. കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അതടുത്തുകൊണ്ടിരിക്കുകയാണ്. അനുതാപ ഹൃദയത്തോടെ മാനസാന്തരത്തിൻ്റെ ജീവിതം നയിച്ച് അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള ആഴമേറിയ സമർപ്പണമാണ് ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ പരിശുദ്ധ മറിയം വഴി സ്വർഗം നമുക്ക് നൽകിയ ഓരോ സന്ദേശവും കാലത്തിൻ്റെ അടയാളങ്ങളായിരുന്നു.
ഇത് നമുക്ക് ഗ്രഹിക്കണമെങ്കിൽ ഹൃദയ തുറവിയോടെ കർത്താവിൻ്റെ മുൻപിൽ എളിമപ്പെട്ട് നമ്മൾ ജീവിക്കണം. 1917 ഓഗസ്റ്റ് 15 ഫാത്തിമയുടെ കുന്നിൻ ചെരുവുകളിൽ പരിശുദ്ധ അമ്മ 4ാം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയാണ്. ഇടിമിന്നൽ പോലെ സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശധാര ആ പ്രദേശം മുഴുവനിലേക്കും വ്യാപിക്കുകയാണ്. ഔക്കുമരത്തിൽ അമ്മ ഇറങ്ങി വന്ന് ആ കുഞ്ഞുങ്ങളോട് സംസാരിക്കും. അമ്മ പറയും, മക്കളെ, തുറന്നു വരുന്ന മാസങ്ങളിൽ 13-ാം തീയതി ഇവിടെ വന്ന് നിങ്ങൾ ഇതുപോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അമ്മ പറഞ്ഞ മെസ്സേജ് ഇതാണ്: പ്രാർത്ഥനയുടെ ശക്തിയാണ്. 4ാം പ്രാവശ്യത്തെ പ്രത്യക്ഷീകരണത്തിൽ അമ്മയ്ക്ക് പറയാനുള്ള സന്ദേശം ഇതായിരുന്നു: പ്രേ പ്രേ പ്രേ, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 34 മുതൽ 36 വരെയുള്ള തിരുവാക്യങ്ങൾ. നമ്മുടെ കർത്താവ് പറഞ്ഞു, അന്ത്യകാലത്തിൻ്റെ 3 കെണികളെ കുറിച്ച്: സുഖലോലുപത, മദ്യാസക്തി, ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ഒരു ദിവസം കെണി പോലെ അത് നിങ്ങളുടെ മേൽ നിബദിക്കുകയും ചെയ്യും. 3 കെണികൾ. 1, സുഖലോലുപത. ഇന്ന് ജനലക്ഷങ്ങൾ സുഖലോലുപതയുടെ പിടിയിലാണ്. സുഖിക്കണം, ജീവിതം ഒന്നേയുള്ളൂ. അത് തിന്നും കുടിച്ചും മതിച്ചും രമിച്ചും എങ്ങനെയൊക്കെ ജീവിതം ആസ്വദിക്കാൻ കഴിയുമോ അതിനുവേണ്ടി നെട്ടോട്ടം ഓടുന്ന അനേകമായിരങ്ങൾ എന്താ നമുക്ക് കാണാൻ കഴിയുന്നത്? കർത്താവ് പറഞ്ഞ ഈ വാക്കുകൾ എത്രമാത്രം അർത്ഥവത്താണ്. സുഖലോലുപതയുടെ ദുരാത്മാവിനാൽ അനേകർ ഇന്ന് പിടിക്കപ്പെട്ടിരിക്കുകയാണ്. 2ാമത് കർത്താവ് പറഞ്ഞു, മദ്യാസക്തി. ഇന്നൊരു സോഷ്യൽ സ്റ്റാറ്റസ് ആയി ഇത് മാറിക്കൊണ്ടിരിക്കുക, മദ്യാസക്തി. 3, ജീവിതത്തിന്റെ വ്യഗ്രത. ഈ 3 കെണികളാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാകുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങളുടെ മേൽ നിബദിക്കുകയും ചെയ്യും. എന്നാൽ ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. കർത്താവിനെ സഭയ്ക്ക് നൽകാനുള്ള മുന്നറിയിപ്പാണിത്. വാച്ച് ആൻഡ് പ്രേ. പ്രാർത്ഥനയിൽ ജാഗരൂകരായിരിക്കുക. ഇതേ സന്ദേശം തന്നെയാണ് ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ ആ കുഞ്ഞുങ്ങളിലൂടെ ലോകത്തെ അറിയിച്ചത്. പ്രാർത്ഥിക്കാൻ ആളുകളില്ലാത്തത് കൊണ്ട് ഇന്ന് അനേകം ആത്മാക്കള് നിത്യ നരകത്തിലേക്ക് പോകുന്നു. പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാശ്ചിത്തം ചെയ്ത് പ്രാർത്ഥിക്കുവാൻ ഇന്ന് ആളുകൾ ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് ആത്മാക്കൾ നരകാഗ്നിയിൽ നിബദിക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, ഈ ദൂത് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ശക്തമായൊരു തീരുമാനമുണ്ടാകണം. എൻ്റെ അലസത കൊണ്ട്, എൻ്റെ നിസ്സംഗത കൊണ്ട്, എൻ്റെ ഉണർവില്ലായ്മ കൊണ്ട്, എൻ്റെ ആത്മീയമായ ഒരുക്കമില്ലായ്മ കൊണ്ട് ഒരു ആത്മാവ് പോലും ഇനി നരകത്തിൽ പോകാൻ ഞാൻ സമ്മതിക്കുകയില്ല. 1917 സെപ്റ്റംബർ മാസം 13-ാം തീയതി ഫാത്തിമയുടെ കുന്നിൻ ചെരുവുകളിൽ 5-ാം പ്രാവശ്യം പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുകയാണ്. അമ്മ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, നിങ്ങൾ സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. യുദ്ധം അവസാനിക്കുവാൻ നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ്. ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ കൂടെ കൂടെ പറയുന്ന ഒരു പ്രധാന വാക്കാണ്, പ്രാർത്ഥനയിലൂടെ യുദ്ധങ്ങളെ തടയാമെന്നും പ്രാർത്ഥനയിലൂടെ പ്രകൃതിക്ഷോഭങ്ങളെ ഇല്ലായ്മ ചെയ്യാമെന്നുള്ള കാര്യം ക്രൈസ്തവർ ഇന്ന് മറന്നുപോയിരിക്കുന്നു. ഇത് അമ്മയുടെ വലിയൊരു വേദനയാണ്. പ്രാർത്ഥനയുടെ ശക്തി
ഇന്ന് ദൈവത്തിന്റെ ജനം മറന്നുപോയിരിക്കുന്നു. സിസ്റ്റർ ലൂസി പറയുന്നുണ്ട്, വളരെ ദുഃഖത്തോടെയാണ് ഈ സന്ദേശം അമ്മ ഞങ്ങൾ അറിയിച്ചത്. പ്രാർത്ഥിക്കാൻ ആളില്ലാത്തത് കൊണ്ട് ഇന്ന് അനേകം ആത്മാക്കള് നരകത്തിൽ നിബന്ധിക്കുന്നു. ഇത് സ്വർഗത്തിന്റെ വേദനയാണ്. ഈ വേദന നമ്മുടെ ഹൃദയത്തിന്റെ വേദനയായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ മാനസാന്തരങ്ങൾ സംഭവിക്കുന്നത്. സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാൻ സമാധാനത്തിൻ്റെ രാജ്ഞിയാണ്. എൻ്റെ വിമല ഹൃദയത്തിന് ലോകത്തെ സമർപ്പിക്കുക, പ്രത്യേകിച്ച് റഷ്യയെ സമർപ്പിക്കുക. അവൾ മാനസാന്തരപ്പെടും. റഷ്യയുടെ മാനസാന്തരത്തിനായി അവൾ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുക. 1917 ഒക്ടോബർ 13 ഫാത്തിമയിൽ അവസാന പ്രത്യക്ഷീകരണമാണ്. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ തൊട്ട് മുൻപുള്ള മാസങ്ങളിൽ അമ്മ കൂടെ അറിയിച്ചിരുന്നു, എൻ്റെ അവസാന പ്രത്യക്ഷീകരണ ദിനത്തിൽ ഞാൻ അനേകർ വിശ്വസിക്കുവാനായി വലിയൊരു അത്ഭുതം പ്രവർത്തിക്കും. സൂര്യനിൽ പ്രകടമായൊരു അത്ഭുതം ഞാൻ പ്രവർത്തിക്കും. ആ ദിവസം അമ്മ സ്വർഗത്തിൽ നിറങ്ങി വന്ന് ആ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ഞാൻ ജപമാല രാജ്ഞിയാണ്, ഞാൻ ജപമാല രാജ്ഞിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, 70,000-ഓളം പേര് ആ കുന്നിൻ ചെരുവുകളിൽ തടിച്ചു കൂടിയിരിക്കുകയാണ്. 3 ദിവസമായി കോരിച്ചൊരിയുന്ന മഴയാണ്. ഈ മഴ അവഗണിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിൽ ഏകദേശം 100 വർഷങ്ങൾക്ക് മുൻപ് 70,000-ഓളം പേര് ആ പ്രത്യക്ഷീകരണത്തിൽ പങ്കെടുക്കുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏറെ പ്രതീക്ഷയോടെ ആ കുന്നിൻ ചെരുവിലേക്ക് ഇറങ്ങി വന്നു. ജനം മുഴുവൻ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. സമയം കഴിഞ്ഞിട്ടും പരിശുദ്ധ അമ്മയെ കാണുന്നില്ല. ഈ സമയത്ത് ലൂസി പ്രകാരം പറയും, അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നേ ദിവസം അനേകർ വിശ്വസിക്കുവാൻ പ്രകടമായൊരു അത്ഭുതം ഞാൻ കാണിക്കുമെന്ന്. അമ്മ കടന്നു വന്ന് ജനത്തിന്റെ വിശ്വാസ വർധനവിന് വേണ്ടി അമ്മ അത്ഭുതം പ്രവർത്തിക്കണമേ. പെട്ടെന്ന് ഒരു വലിയൊരു പ്രകാശധാര ആ ദേശത്തേക്ക് കടന്നു വരികയാണ്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ടു. കുഞ്ഞുങ്ങൾക്ക് വലിയ സന്തോഷമായി. അമ്മ തൻ്റെ ചൂണ്ടുവിരൽ സൂര്യനിലേക്ക് ഇങ്ങനെ നീട്ടി. ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, സൂര്യനിൽ പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഞാനിത് കെട്ടുകഥയായി പറയുന്നതല്ല. ആ കാലഘട്ടത്തിലെ പോർച്ചുഗീസ് പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർനെറ്റിലെ നമുക്കിത് കൃത്യമായിട്ട് അതിൻ്റെ തെളിവുകൾ ലഭിക്കും. ചൂണ്ടുവിരൽ അമ്മ സൂര്യനിലേക്ക് നീട്ടിക്കഴിഞ്ഞപ്പോൾ സൂര്യനിൽ പ്രകടമായ മാറ്റങ്ങൾ. പരിശുദ്ധ അമ്മ സൂര്യനിൽ പ്രവർത്തിച്ച ഈ മഹാ അത്ഭുതം നമുക്കൊന്ന് കണ്ടു നോക്കാം. പ്രാർത്ഥനാപൂർവം നിങ്ങളത് ശ്രദ്ധിക്കുക. ഇതാ 3 ഇടയ കുഞ്ഞുങ്ങൾ. പരിശുദ്ധ അമ്മയെ നോക്കിക്കേ. അമ്മ തന്റെ ചൂണ്ടുവിരൽ ഇതാ സൂര്യനിലേക്ക് നീട്ടുന്നു. സൂര്യനിൽ പ്രകടമായ ഭാവഭേദങ്ങൾ ഉണ്ടാകും. ഇത് നീല കളറാകുന്നു, പച്ച കളറാകുന്നു, ചുവപ്പ് കളറാകുന്നു. സൂര്യൻ തന്റെ ഭ്രമണപഥം വിട്ട് താഴോട്ട് പോരുന്നതായി ജനത്തിന് തോന്നുകയാണ്. ജനം ഭയന്ന് നിലവിളിക്കുന്നു. രംഗങ്ങൾ നിങ്ങൾ പ്രാർത്ഥനയോടെ നോക്കിക്കാണുക. ഈ സമയത്ത് ഇത് അത്ഭുത രോഗശാന്തികൾ. ആ വ്യക്തിക്ക് കണ്ണിന് കാഴ്ചയില്ലാത്തതായിരുന്നു, അത്ഭുത സൗഖ്യം ഉണ്ടാവുകയാണ്. ആ ബാലൻ, അവന്റെ കണങ്കാലുകൾ ശക്തിയില്ലാതിരുന്ന അവസ്ഥയെ അവന്റെ കണങ്കാലുകളിലേക്ക് പരിശുദ്ധാത്മന്റെ അത്ഭുത ശക്തി ഇറങ്ങി വന്നു. അവന്റെ കണങ്കാലുകൾ ശക്തിപ്പെട്ടു. കൂട്ട മാനസാന്തരങ്ങൾ ഉണ്ടാകുന്നു. അനേകം പാപികള് മാനസാന്തരപ്പെട്ടു, പാപം ഏറ്റുപറയാൻ തുടങ്ങി.
പയ്യെ സൂര്യൻ നോർമലായി വരികയാണ്. ജനത്തിന് മുഴുവൻ സന്തോഷമായി. ജനം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുകയാണ്. ഈ നിമിഷത്തിൽ ഒരു ആർപ്പോടെ ആ 10,000 ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണ് പരിശുദ്ധ മറിയം സൂര്യനിൽ ഈ അത്ഭുതം പ്രവർത്തിച്ചത്? വെളിപാടിന്റെ പുസ്തകം 12:1 നമ്മൾ കാണുന്നുണ്ട്, സൂര്യനെ ഉടയാടിയാക്കിയ സ്ത്രീ. പരിശുദ്ധ മറിയം ലോകത്തിന് വെളിപ്പെടുത്തുകയാണ്, വെളിപാടിലെ കന്യക അത് ഞാൻ തന്നെയാണ്. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന സൂര്യനുടയാടിയാക്കിയ സ്ത്രീ അത് ഞാൻ തന്നെയാണെന്ന് ഈ അത്ഭുതത്തിലൂടെ അമ്മ ലോകത്തിന് ബോധ്യപ്പെടുത്തുകയാണ്. ഈ വചനത്തിന് പുറകിൽ പല ദൈവശാസ്ത്രപരമായ ചിന്താഗതികളൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ താഴ്മയോടെ പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയ ഈ സത്യം നമ്മൾ തിരിച്ചറിയണം. വെളിപാടിലെ കന്യക പരിശുദ്ധ മറിയമാണ്. വീണ്ടും സിസ്റ്റർ ലൂസിയോട് നാളുകൾക്ക് ശേഷം അമ്മ പറഞ്ഞു, സൂര്യനിൽ ഞാൻ ചെയ്ത എൻ്റെ അവസാന പ്രത്യക്ഷീകരണത്തിലെ അത്ഭുതം ഒരു വലിയ സത്യം നിങ്ങൾ അറിയിക്കുവാനായിരുന്നു. കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിന് ഒരുക്കമായിട്ടുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിലേക്ക് മക്കളെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് സൂര്യനിൽ പ്രകടമായി ഈ അത്ഭുതം ഞാൻ കാണിച്ചത്. എന്താ അതിൻ്റെ ആന്തരിക അർത്ഥം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിന് ഒരുക്കമായിട്ടുള്ള പ്രതിഭാസങ്ങൾ സംഭവിക്കുന്ന കാലഘട്ടത്തിലേക്ക് നമ്മളെല്ലാം പ്രവേശിച്ചു കഴിഞ്ഞു. ഇത് അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും സുവിശേഷവൽക്കരണത്തിൻ്റെയും ദിനങ്ങളാണെന്നുള്ള സത്യം മനസ്സിലാക്കി ഒരു സമ്പൂർണമായ സമർപ്പണത്തിന് നമ്മൾ ഒരുങ്ങണം. ഫാത്തിമ സന്ദേശങ്ങളുടെ പ്രാധാന്യത മനസ്സിലാക്കി എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം ആത്മരക്ഷയ്ക്ക് വേണ്ടി നമ്മെ തന്നെ വിശുദ്ധീകരിക്കുവാനും അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ച് അവരെ നിത്യരക്ഷയിലേക്ക് നയിക്കുവാനുമുള്ള തീരുമാനങ്ങൾ നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ തുടർന്ന് ജസീന്ദ്രയോടും ഫ്രാൻസിസ്കോയോടും ലൂസിയോടും പിന്നീട് അറിയിച്ചു. അതിൻ്റെ മുഖ്യ സന്ദേശങ്ങൾ ഇതാണ്: പാപികളുടെ മാനസാന്തരം. അതുപോലെ തന്നെ ഈ നൽകപ്പെടുന്ന സന്ദേശങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന വളരെ ഘോരമായ മറ്റൊരു യുദ്ധം. നമുക്കറിയാം, ഫാത്തിമ സന്ദേശങ്ങൾ അത് അനേകരെ പുച്ഛിച്ച് തള്ളി, അനേകർക്ക് തമാശയായി തോന്നി. ജനം അനുദപിക്കുവാനോ മാനസാന്തരപ്പെടുവാനോ തയ്യാറായില്ല. നിസ്സാര വർഷങ്ങളെ കഴിഞ്ഞുള്ളൂ, 2ാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. പരിശുദ്ധ അമ്മ പറഞ്ഞിരുന്നു, ജനം അനുദപിക്കുവാൻ മാനസാന്തരപ്പെടുവാൻ തയ്യാറായില്ലെങ്കിൽ അധികം നാൾ കഴിയുന്നതിന് മുൻപ് ലോകത്തിൽ മറ്റൊരു മഹായുദ്ധമുണ്ടാകും. അമ്മ പറഞ്ഞതുപോലെ സംഭവിച്ചു. രക്ഷയുടെ മാനസാന്തരം ഫാത്തിമയിൽ പ്രധാനപ്പെട്ട സന്ദേശമായിരുന്നു. അതുപോലെ തന്നെ സംഭവിച്ചു. പ്രിയപ്പെട്ടവരെ, പ്രവചനങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിറവേറപ്പെടും. ഈ നാളുകളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എൻ്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചു. ഈ സന്ദേശങ്ങളൊക്കെ നമുക്ക് അനേകർക്ക് അറിയാവുന്നതാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, മഹത്വത്തിൻ്റെ സാന്നിധ്യം ഈ ശുശ്രൂഷയിലൂടെ ഈ മെസ്സേജ് എൻ്റെ ജനത്തോട് പറയുക, എൻ്റെ ജനത്തോട് പറയുക, അവരെ ഈ ദൈവിക സന്ദേശത്തിലേക്ക് നയിക്കുക. ഈ ഒരു ദൂത് എൻ്റെ ഹൃദയത്തിൽ കർത്താവ് പ്രകാശിപ്പിച്ചത് കൊണ്ടാണ് 3 ആഴ്ചകളിലായി ഫാത്തിമ സന്ദേശങ്ങൾ നമ്മൾ ധ്യാനിക്കുവാൻ കാരണമായത്. പ്രിയപ്പെട്ടവരെ, ഈ സന്ദേശങ്ങൾ അർത്ഥം മനസ്സിലാക്കി പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരായി പരിത്യാഗ അരൂപിയെ സ്വന്തമാക്കി നമുക്ക് ഈ വിശ്വാസയാത്ര മുന്നോട്ട് നയിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് ഒരു നിമിഷം മുട്ടുകുത്തി, എല്ലാവരും മുട്ടുകുത്തി, പരിശുദ്ധ അമ്മയുടെ സജീവമായ സാന്നിധ്യത്താൽ നമ്മുടെ കുടുംബങ്ങളെല്ലാം നിറയപ്പെടുവാൻ, നമ്മുടെ കൂട്ടായ്മകൾ നിറയപ്പെടുവാൻ, ഇതര സഭാ സമൂഹങ്ങളിൽ
ആയിരിക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാർ, ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ യാതൊരു മുൻവിധിയും കൂടാതെ ഹൃദയ തുറവിയോടെ നിങ്ങളായിരിക്കുന്നത് മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. പരിശുദ്ധ മറിയത്തിൻ്റെ വാക്കുകൾ മറിയത്തിന് സ്വന്തമല്ല, അത് സ്വർഗത്തിൻ്റെ വാക്കുകളാണ്. ഈ സത്യം തിരിച്ചറിഞ്ഞ് നമുക്കൊരിക്കൽ കൂടെ വരികൾ ഒന്ന് ഏറ്റുപാടാം. ആവേ 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 മരിയ, ആവേ 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 മരിയ. സ്വരമുയർത്തി എല്ലാവരും ചേർന്ന് പൈശാചിക ആധിപത്യങ്ങൾ തകരട്ടെ, സാത്താന്യ കോട്ടകൾ നിർവീര്യമാകട്ടെ, ആഴമേറിയ മാനസാന്തരങ്ങൾ ഉണ്ടാകട്ടെ, ലോകം വിശുദ്ധീകരിക്കപ്പെടട്ടെ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിന്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം, സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ. പരിശുദ്ധ കുർബാനയായി ഞങ്ങളുടെ മധ്യേ കടന്നു വന്ന തിരു സാന്നിധ്യത്തെ ഓർത്ത് നന്ദി പറയുന്നു. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിച്ചു, മറിയം സ്വർഗത്തിന്റെ ശബ്ദം. പരിശുദ്ധ മറിയത്തിലൂടെ സ്വർഗം നൽകിയിരിക്കുന്ന എല്ലാ സന്ദേശങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ കൂടുതൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ, മാനസാന്തര അനുഭവത്തിൽ കൂടുതൽ ആഴപ്പെടുവാൻ ഈ ആരാധനയുടെ അത്ഭുത നിമിഷങ്ങളിൽ ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദര സഹോദരി, നിന്റെ ആവശ്യങ്ങൾ എന്തുമാവട്ടെ, ദിവികാന സന്നിധിയിൽ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അനേകം കൃപാവരങ്ങളാൽ കർത്താവ് നമ്മൾ അലങ്കരിക്കുന്ന സമയം ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ ഒരുമിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ, തിരുച്ചോരത്തുള്ളിയാൽ കഴുകണമേ, തിരുരക്തത്താലേ തിരുച്ചോരയാലേ പരിശുദ്ധ മറിയത്തിലൂടെ ഞങ്ങൾക്ക് നൽകപ്പെട്ട സന്ദേശങ്ങൾ സ്വന്തമാക്കിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതം കൂടുതൽ വിശുദ്ധീകരിക്കുവാൻ, ആത്മരക്ഷയിൽ വളരുവാൻ, അനേകരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗങ്ങൾ എടുക്കുവാൻ, സഹനങ്ങൾ കൃപകളായി ഏറ്റെടുക്കുവാനുള്ള അഭിഷേക നിറവ് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരങ്ങൾ നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, കരങ്ങൾ നീട്ടി ഞങ്ങളെ സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ. തിരിച്ചോറിയാൽ ഞങ്ങൾ ഓരോരുത്തരെയും കഴുകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. പരിശുദ്ധ മറിയത്തിലൂടെ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സന്ദേശങ്ങളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്നു. താങ്ക് യു, താങ്ക് യു ജീസസ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. അടുത്ത ആഴ്ചയിൽ ദൈവവചനം നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാകുന്ന സാധ്യതയെ മുറുകെ പിടിക്കുക. ഈ ശുശ്രൂഷയിലേക്ക് പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വ